പോളിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ട ഒരാത്മാവോ മനുഷ്യനോ ഇന്ന് ആ നാട്ടിലുണ്ട്. അതുവഴി മാത്രമേ അവന് മടങ്ങി വരവുള്ളൂ. അച്ഛൻ പറഞ്ഞു വരുന്നത് അവൻ തന്നെ പിതാവിൻ്റെ പൈശാചികതയിലും മാതാവിൻ്റെ ദൈവികതയിലും ജനിച്ച പുത്രൻ. ഇനി പോളിൻ്റെ പ്രതികാരം നിറവേറാൻ പോകുന്നത് അവനിലൂടെയാണ്, സാത്താൻ്റെ സന്തതിയിലൂടെ. കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാദർ ഗ്രിഗറിയുടെ ആശ്രമത്തിൽ നിന്ന് തിരികെ ഓർഫണേജിലെത്തിയ ശേഷം താൻ ഇവിടെ വന്നത് മുതൽ ഇന്ന് വരെ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ഓരോന്നായി ഫാദർ സ്റ്റീഫൻ ഓർത്തെടുത്തു. പീറ്റർ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ, ഇവിടെ ആദ്യമായി വന്നപ്പോൾ അനുഭവപ്പെട്ട പൈശാചിക സാന്നിധ്യം, സിസ്റ്റർ റീന പറഞ്ഞ കാര്യങ്ങൾ, ഫാദർ ഗ്രിഗറി വഴി അറിഞ്ഞ കാര്യങ്ങൾ എല്ലാം അച്ഛനു മുന്നിൽ തിരശീലയിലെന്ന പോലെ തെളിഞ്ഞു വന്നു. അവസാനം ഫാദർ ഗ്രിഗറി പറഞ്ഞ ആ വാക്കും, സാത്താന്റെ സന്തതി. അകത്തേക്ക് വരാമോ ഫാദർ? പുറത്തുനിന്ന് കേട്ട ശബ്ദമാണ് ഫാദർ സ്റ്റീഫനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. അച്ഛൻ വാതിൽക്കിലേക്ക് നോക്കി. ഫാദർ ബെനഡിക്റ്റാണ്. കേറി വാ ഫാദർ. ഫാദർ സ്റ്റീഫൻ അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചു. രാവിലെ ഞാൻ വന്നിരുന്നു. അപ്പോൾ അച്ഛൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. എങ്ങോട്ടാ പോയതെന്ന് ആരോടും പറയാതിരുന്നുകൊണ്ട് ഞാൻ ആ വഴി പോയി. ഇപ്പോൾ പെട്ടെന്നാണ് അച്ഛൻ വരുന്നത് കണ്ടത്. ഫാദർ ബെനഡിക്റ്റ് അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു, ഇന്നലെ സിസ്റ്റർ റീന പറഞ്ഞ അലൻ എന്ന കുട്ടിയെ അച്ഛൻ അറിയാമോ? ഫാദർ സ്റ്റീഫൻ ചോദിച്ചു. അറിയാം, ഞാൻ പറഞ്ഞില്ലേ, ഒരു പാവം പയ്യന. ഇവിടെ വന്നിട്ടിപ്പോൾ കുറച്ചധികം കാലമായി. അവന് ഏതാണ്ട് 5-6 വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ അപ്പനും അമ്മയും കടം കയറി ആത്മഹത്യ ചെയ്യുന്നത്. പിന്നെ മരിച്ചുപോയ ജെയ്സൺ അച്ഛൻ നടത്തിയ ഓർഫണേജിലായിരുന്നു കുറേ കാലം. പിന്നെ അദ്ദേഹം മരിച്ചപ്പോൾ അവിടെ ആകെ പ്രശ്നമായി. അങ്ങനെ ഇങ്ങോട്ട് വന്നതാ. ഫാദർ ബെനഡിക്റ്റ് പറഞ്ഞു, നമുക്ക് അവനെ ഒന്ന് കാണണം ഫാദർ. എനിക്ക് അവനോട് തനിച്ചൊന്ന് സംസാരിക്കണം. ഫാദർ സ്റ്റീഫൻ എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ പറഞ്ഞു. അതിനെന്താ, അവൻ താഴെ ഉണ്ടാവും, വർക്ക് ടൈം അല്ലേ. അത് പറഞ്ഞുകൊണ്ട് ഫാദർ ബെനഡിക്റ്റ് എഴുന്നേറ്റു. അവർ ഇരുവരും മുറിക്ക് പുറത്തിറങ്ങി താഴേക്ക് ചെന്നു. വരാന്തയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നിന്നപ്പോഴേ ഫാദർ സ്റ്റീഫന് ബെനഡിക്റ്റ് അച്ഛൻ അലനെ കാണിച്ചു കൊടുത്തു. കുറച്ച് ദൂരത്തായി വളർന്നു നിൽക്കുന്ന പുല്ലുകൾ പറിച്ചു കളഞ്ഞ് മുറ്റം വൃത്തിയാക്കുമായിരുന്നു അവൻ. അച്ഛൻ അവനെ സൂക്ഷിച്ചു നോക്കി. അലൻ, ഫാദർ സ്റ്റീഫൻ ഉച്ചത്തിൽ വിളിച്ചു. പെട്ടെന്നാരോ വിളിച്ചത് കേട്ടപ്പോൾ അവൻ ചുറ്റും നോക്കി. അലൻ, ഇവിടെ. ഫാദർ സ്റ്റീഫൻ ഒന്നുകൂടി കൈകൊട്ടി വിളിച്ചു. അച്ഛനെ കണ്ട അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവൻ അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു. അടുത്തെത്തി അലൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് ഫാദർ സ്റ്റീഫൻ വരാന്തയിലേക്ക് കയറി ഒരു വശത്തേക്ക് നടന്നു. അവരുടെ കൂടെ തന്നെ നടക്കാൻ തുനിഞ്ഞ ഫാദർ ബെനഡിക്റ്റിനോട് അവിടെ തന്നെ നിൽക്കാൻ ഫാദർ സ്റ്റീഫൻ കൈകൊണ്ട് ആംഗ്യം കാട്ടിയതുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ നിന്നു. അലനും ഫാദർ സ്റ്റീഫനും എന്തോ സംസാരിച്ചുകൊണ്ട് നടന്ന് അവസാനം കുറച്ച് ദൂരെയായി അവർ വരാന്തയുടെ അരമതിലിരുന്നു. പെട്ടെന്ന് ഫാദർ സ്റ്റീഫൻ അലൻ കാണാതെ ഫാദർ ബെനഡിക്റ്റിനെ അങ്ങോട്ട് വിളിച്ചു. അദ്ദേഹം അങ്ങോട്ട് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അലൻ തല കുമ്പിട്ടിരിക്കുകയാണ്. പറയൂ അലൻ, അന്ന് എന്താ സംഭവിച്ചത്? അവൻ തലയുയർത്തി അദ്ദേഹത്തെ നോക്കി. അത് കഴിഞ്ഞ് അടുത്തു നിന്ന ഫാദർ ബെനഡിക്റ്റിനെയും. എന്നിട്ട് അവൻ പറഞ്ഞു തുടങ്ങി. ആ സമയം ഞാൻ എല്ലാ ദിവസവും എൻ്റെ അമ്മയെ സ്വപ്നം കാണുമായിരുന്നു. അമ്മയുടെ മടിയിൽ കിടന്ന് പാട്ടൊക്കെ കേട്ട് ഉറങ്ങാൻ കിടക്കുന്ന സ്വപ്നം. പക്ഷേ പെട്ടെന്ന് അമ്മ പോവും. പകരം വൃത്തികെട്ട മണമുള്ള അഴുകിയിരിക്കുന്ന ഒരു ശവത്തിൻ്റെ ദേഹത്താവും ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഞെട്ടി എഴുന്നേൽക്കും. അങ്ങനെ എഴുന്നേറ്റ ഒരു ദിവസം രാത്രി. അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഫാദർ ബെനഡിക്റ്റിന് ആകാംക്ഷയായി. അവൻ തുടർന്നു. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നപ്പോൾ അവിടെയുള്ള ഒരു കട്ടിൽ ഒരു സിസ്റ്ററെ കണ്ടു. സീമ സിസ്റ്ററാന്ന് വിചാരിച്ച് ഞാൻ സിസ്റ്ററുടെ പേര് വിളിച്ചു. അപ്പോൾ പെട്ടെന്ന് അവർ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഞാനും പുറകെ പോയി. ആ സിസ്റ്റർ നടന്ന് സെമിത്തേരിയുടെ അടുത്തേക്കാണ് പോയത്. ആ സിസ്റ്ററിന് ഞാൻ സ്വപ്നത്തിൽ കണ്ട അഴുകിയ ശവത്തിൻ്റെ മുഖമായിരുന്നു. പേടിച്ചോടാൻ നോക്കിയിട്ടും ഞാൻ അവരുടെ അടുത്തേക്ക് തന്നെയാണ് പോയത്. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അന്ന് ബെഞ്ചമിൻ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നെ കൊന്നേനെ. അവൻ പേടിയോടെ പറഞ്ഞു നിർത്തി. അവൻ എങ്ങനെ അവിടെ എത്തി? അച്ഛൻ ചോദിച്ചു. എനിക്കറിയില്ല ഫാദർ, ഞാൻ പോകുന്നത് കണ്ട് പിന്നാലെ വന്നതെന്നാണ് പറഞ്ഞത്. അന്ന് ആ സിസ്റ്റർ ഏത് കട്ടിലായിരുന്നത്? അത് കൃത്യമായിട്ട് ഞാൻ കണ്ടില്ല, ഇരുട്ടല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ കഴിഞ്ഞ് 4ാമത്തെ കട്ടിലാണ്. അത് ആരുടെ കട്ടില? ബെഞ്ചമിൻ്റെ. അലൻ്റെ മറുപടി കേട്ട് എന്തോ സംശയങ്ങൾ ഉണ്ടായതുപോലെ ഫാദർ ബെനഡിക്റ്റ് ഫാദർ സ്റ്റീഫനെ നോക്കി. അദ്ദേഹവും എന്തൊക്കെയോ ആലോചിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ആ സിസ്റ്ററുടെ രൂപം നീ കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണല്ലേ എന്ന എൻ്റെ പ്രാർത്ഥന. ശരി, നീ പോയിക്കോ. പിന്നെ ഇതൊന്നും വേറെ ആരോടും പറയണ്ട. പതി എഴുന്നേറ്റ് 2 അച്ഛന്മാരെയും ഒന്ന് നോക്കി അലൻ വീണ്ടും ജോലി ചെയ്യാൻ പോയി.
ഈ ബെഞ്ചമിൻ്റെ ഹിസ്റ്ററി എന്താ ഫാദർ? അലനെ നോക്കി എന്തോ ആലോചിച്ചു നിന്ന ഫാദർ ബെനഡിക്റ്റിനോട് സ്റ്റീഫൻ അച്ഛൻ ചോദിച്ചു. ഈ അലൻ്റെ ഒപ്പം അതേ ഓർഫണേജിൽ നിന്ന് തന്നെ വന്നതാണ് അവനും. പക്ഷേ എന്താ ഒരു പക്ഷേ? അലനെ പോലെയല്ല, അവനെ ആരോ ഉപേക്ഷിച്ചു പോയതാണ് വളരെ ചെറുപ്പത്തിൽ. ഏത് പ്രായത്തിൽ? ഏകദേശം 4-5 മാസം പ്രായമുണ്ടാവും. എന്താ ഫാദർ? 4-5 മാസം? ഫാദർ സ്റ്റീഫൻ സ്വയമേ പറഞ്ഞു. നമുക്ക് അവനെ കൂടി ഒന്ന് കാണണം ഫാദർ. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അച്ഛൻ വാ. ഫാദർ സ്റ്റീഫൻ ബെനഡിക്റ്റ് അച്ഛനോട് പറഞ്ഞു. ഓർഫണേജിൽ വൈകിട്ട് 4:30 ജോലി സമയം കഴിഞ്ഞാൽ 5:45 വരെ കളിക്കാനുള്ള സമയമാണ്. ഓർഫണേജിൽ പിന്നിലായുള്ള ചെറിയൊരു ഗ്രൗണ്ടിൽ അവർ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുകയാണ് പതിവ്. ഏകദേശം 5:30 കഴിഞ്ഞപ്പോൾ ഫാദർ സ്റ്റീഫനും അവരോടൊപ്പം ഫുട്ബോൾ കളിക്കാൻ കൂടി. ഒരു ചുവന്ന ജേഴ്സിയും കറുത്ത നിറമുള്ള ട്രാക്സും ധരിച്ച് അച്ഛനും അവരിൽ ഒരാളായി. പക്ഷേ കൃത്യം 5:45 അവിടെ ബെല്ലടിച്ചു. 6:30 കുളിച്ച് റെഡിയായി പഠനമുറിയിൽ കയറാനുള്ളതാണ്. കുട്ടികൾ പതിയെ ക്ഷീണം മാറ്റി ഗ്രൗണ്ട് വിട്ടു തുടങ്ങി. ബെഞ്ചമിൻ, നീ പോലെ, ഞാൻ വന്നതല്ലേ ഉള്ളൂ, നമുക്ക് കുറച്ചു നേരം പന്ത് കെട്ടിയിട്ട് പോവാം. ഫാദർ സ്റ്റീഫൻ പോവാൻ തുടങ്ങിയ ബെഞ്ചമിനോടായി പറഞ്ഞു. അല്ല ഫാദർ, സമയം. അവൻ പാതി മനസ്സോടെ മടിച്ചു നിന്നു. അതൊന്നും സാരമില്ല, ഞാൻ പറഞ്ഞോളാം, നീ വാ. ഫാദർ സ്റ്റീഫൻ ഫുട്ബോൾ അവന് നേരെ തട്ടിയിട്ട് പറഞ്ഞു. അച്ഛൻ കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്തു നോക്കാൻ? അവിടെ വെറുതെ പഠിക്കാനിരുന്ന് ഉറക്കം തോന്നുന്നതിലും ഭേദമാണിത് എന്നറിയാവുന്ന അവൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. അച്ഛനടുത്തേക്ക് പന്തും കൊണ്ടുപോന്നു. ബാക്കി കുട്ടികളെല്ലാം കൃത്യം 6:30 തന്നെ പഠിക്കാൻ കയറി. അപ്പോഴും അവർ രണ്ടുപേരും ഗ്രൗണ്ടിലായിരുന്നു. പതിയെ അവിടെ ഇരുട്ടു മൂടി തുടങ്ങി. അച്ഛൻ നന്നായി കിതയ്ക്കാനും തുടങ്ങി. പക്ഷേ ബെഞ്ചമിൻ അപ്പോഴും നല്ല ആവേശത്തിലായിരുന്നു. മതിയടാ, നമുക്ക് നിർത്താം, പഴയതുപോലെ ഓട്ടത്തിനൊന്നും പറ്റണില്ല, അച്ഛൻ നിലത്തിരുന്നുകൊണ്ട് പറഞ്ഞു. ബെഞ്ചമിൻ ബോൾ തട്ടി കയ്യിലെടുത്ത് വീണ്ടും നിലത്ത് വെച്ച് അച്ഛൻ്റെ കൂടെയിരുന്നു. നീ കൊള്ളാലോ, എന്നാ സ്റ്റാമിനാടവേ, ഒടുക്കത്തെ കളിയും, ഫാദർ സ്റ്റീഫൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛനും മോശമല്ലല്ലോ, പിന്നെ കുറച്ചുനാൾ കളിക്കാതിരുന്ന സ്റ്റാമിന പോകും. അതിപ്പോൾ ആരായാലും അങ്ങനെയല്ലേ, ബെഞ്ചമിൻ പറഞ്ഞു. എന്തായാലും കൊള്ളാം, നമുക്കൊന്ന് നടന്നിട്ട് വന്നാലോ, ഈ കിതപ്പും അറിയാനെ. ഫാദർ സ്റ്റീഫൻ അത് പറഞ്ഞതും ബെഞ്ചമിൻ ചാടി എഴുന്നേറ്റു. പിന്നാലെ അച്ഛൻ അവൻ നീട്ടിയ കയ്യിൽ പിടിച്ചെഴുന്നേറ്റു. അവർ ഓരോന്ന് പറഞ്ഞ് പതിയെ നടന്നു. അച്ഛൻ്റെ ഓരോ അനുഭവങ്ങളും മറ്റും കുറച്ച് തമാശയൊക്കെ ചേർത്ത് പറഞ്ഞപ്പോൾ അവൻ ഒരുപാട് ചിരിച്ചുകൊണ്ട് അവൻ അതെല്ലാം ആസ്വദിച്ചു. സൂര്യൻ പൂർണ്ണമായും ആകാശത്തിൽ നിന്ന് മറഞ്ഞു. മൂടിക്കെട്ടിയ കാർമേഘങ്ങൾ അന്തരീക്ഷത്തിൽ പതിവിലും കൂടുതൽ ഇരുട്ടു പകർന്നു. സമയം 7 മണിയോടടുക്കുന്ന സമയത്ത് തന്നെ ചുറ്റുപാടും പൂർണ്ണമായി അന്ധകാരം നിറഞ്ഞു. ഓർഫണേജിൽ വെളിച്ചമുണ്ടെങ്കിലും അതിന് വശത്തായി അവർ നടന്നുകൊണ്ടിരുന്ന വഴിയിൽ വെളിച്ചമില്ലായിരുന്നു. പിന്നിൽ നിന്ന് അടിക്കുന്ന ഓർഫണേജിലെ വെട്ടത്തിൽ മുന്നിൽ തെളിഞ്ഞ സ്വന്തം നിഴലുകൾ നോക്കി അവർ നടന്നു. ബെഞ്ചമിൻ ഫാദർ സ്റ്റീഫൻ അവസാനമായി പറഞ്ഞ എന്തോ ഒരു തമാശ കെട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവനെ നോക്കിക്കൊണ്ട് ഒപ്പം ചിരിച്ചുകൊണ്ടിരുന്ന ഫാദർ സ്റ്റീഫന്റെ ചുണ്ടിൽ ചിരി മാഞ്ഞു. ബെഞ്ചമിൻ. ഫാദർ സ്റ്റീഫൻ അവസാനിച്ചുകൊണ്ടിരുന്ന ചിരിയോടെ അവനെ വിളിച്ചു. ആ, അവൻ അച്ഛനെ ശ്രദ്ധിക്കാതെ ചിരിച്ചുകൊണ്ട് തന്നെ വിളികെട്ടു. ബെഞ്ചമിൻ എന്തിനാണ് അലനെ അന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വളരെ ഗൗരവത്തോടെ ബെഞ്ചമിന്റെ തോളിൽ കയറ്റി ചേർത്ത് പിടിച്ച് ഫാദർ സ്റ്റീഫൻ ചോദിച്ചു. ആ ചോദ്യം കേട്ട് അവന്റെ ചിരി നിന്നുപോയി. ബെഞ്ചമിൻ എന്തിനാണ് ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരുന്നത്? വലതുവശം ചേർന്ന് നടന്നുകൊണ്ടിരുന്ന അവന് മുന്നിലൂടെ വലത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഫാദർ സ്റ്റീഫൻ ചോദിച്ചു. ബെഞ്ചമിന്റെ ഭാവം മാറാൻ തുടങ്ങി. അവൻ സാവധാനം തലചരിച്ച് വലത്തേക്ക് നോക്കി. തങ്ങൾ നടന്നു കിടന്ന് സെമിത്തേരിയുടെ മുന്നിലെത്തിയത് അപ്പോഴാണ് അവൻ അറിഞ്ഞത്. അവൻ മുന്നിലേക്ക് നോക്കി. ഇരുട്ടിലും തലയെടുപ്പോട് നിൽക്കുന്ന വലിയ പള്ളി. ബെഞ്ചമിന്റെ മുഖഭാവങ്ങൾ മാറി വന്നു. അവൻ ക്രൂരമായ ഭാവത്തോടെ ഫാദർ സ്റ്റീഫനെ നോക്കി. അച്ഛൻ ഒട്ടും ഭയമില്ലാതെ നിന്നു. പെട്ടെന്ന് അച്ഛന്റെ കഴുത്തിന് നേരെ അവന്റെ ഇടത്തെ കൈ ചെന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗമായിരുന്നു ആ നീക്കത്തിന്. പക്ഷേ അതിനപ്പുറം പയറ്റി തെളിഞ്ഞ പോരാളിയെ പോലെ അച്ഛൻ ആ കൈ നിസ്സാരമായി പിടിച്ച് തിരിച്ചൊടിച്ചു. അവൻ നിലവിളിച്ചില്ല. പകരം വലത്തെ കൈകൊണ്ട് അവൻ ആക്രമിച്ചു. പക്ഷേ ഫാദർ സ്റ്റീഫൻ അതും പിടിച്ചു നിർത്തി. അവനെ 2 കൈയിലും പിടിച്ച് മുന്നോട്ട് വലിച്ചെറിഞ്ഞു. വീണിടത്തു നിന്ന് പതിയെ എഴുന്നേറ്റ് 4 കാലിൽ നിന്ന് മുറിവേറ്റ മൃഗത്തെ പോലെ അവൻ മുരണ്ടു. ആ സമയം ബെഞ്ചമിന് കുറച്ച് മുന്നിലായി ലോഹയും സ്റ്റോളും ധരിച്ച് കയ്യിലൊരു കുരിശും ഹനാൻ വെള്ളവുമായി ഫാദർ ബെനഡിക്റ്റും വന്നു നിന്നു. ബെഞ്ചമിൻ പതിയെ എഴുന്നേറ്റു. അവൻ വന്യമായി മുരണ്ടുകൊണ്ടിരുന്നു. ഭയത്തോടെ അവന് മുന്നിൽ നിന്ന ഫാദർ ബെനഡിക്റ്റിന് അവനെ കണ്ടപ്പോൾ ഒരു ചെന്നായുടെ രൂപവും ഭാവവുമാണ് തോന്നിയത്. ബെഞ്ചമിൻ മുരണ്ടുകൊണ്ട് പിന്നിലേക്ക് നോക്കി. അവിടെ ഫാദർ സ്റ്റീഫൻ ഗൗരവം നിറഞ്ഞ ഭാവത്തോടെ തെല്ലും ഭയമില്ലാതെ അവനെ നേരിടാൻ നിന്നു. അവൻ തിരിഞ്ഞ് ഫാദർ ബെനഡിക്റ്റിനെ നോക്കി. കയ്യിലിരിക്കുന്ന ഹനാൻ വെള്ളം തുളുമ്പി തുളുമ്പി പോകുന്നത്രയ്ക്കും അദ്ദേഹം പേടിച്ചു പറിക്കുന്നത് അവൻ കണ്ടു. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വന്നു. പെട്ടെന്ന് തന്നെ അത് മാറി
വീണ്ടും മുഖത്ത് വന്യതയായി. അവൻ ഫാദർ ബെനഡിക്റ്റിന് നേരെ കുതിച്ചു. സാക്ഷാൽ ചെകുത്താൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലും ധൈര്യമായിരിക്കുക, അങ്ങ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. ബെഞ്ചമിന് മുന്നിൽ നിൽക്കുമ്പോൾ ഫാദർ സ്റ്റീഫൻ പറഞ്ഞ വാക്കുകൾ ചെവിയിൽ മുഴങ്ങുന്നുണ്ടെങ്കിലും മനുഷ്യ സഹജമായ ഭയം ഫാദർ ബെനഡിക്റ്റിന് മൂടിക്കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് ബെഞ്ചമിൻ തനിക്ക് നേരെ വരുന്നത് അച്ഛൻ കണ്ടത്. പാതി ജീവൻ നഷ്ടപ്പെട്ടവനെ പോലെ ഒരു ചൂട് പോലും അനക്കാനാവാതെ അദ്ദേഹം അവിടെ തന്നെ നിന്നുപോയി. പക്ഷേ ആ നീക്കം മുൻകൂട്ടി കണ്ടെന്നതുപോലെ ഫാദർ സ്റ്റീഫൻ ബെഞ്ചമിനേക്കാൾ വേഗത്തിൽ പ്രവർത്തിച്ച് പിന്നിൽ നിന്ന് അവനെ ചവിട്ടി വീഴ്ത്തി. ഓടാൻ തുടങ്ങി അവൻ മുഖമടിച്ച് നിലത്ത് വീണു. വീണെടുത്ത് നിന്ന് തലപൊക്കി തിരിഞ്ഞു നോക്കിയതും അവൻ കണ്ടത് മുഖത്തിന് നേരെ വരുന്ന കൈയാണ്. മുഖത്തിന് തന്നെ ആഞ്ഞടിച്ച ഫാദർ സ്റ്റീഫൻ ഭയന്ന് നിന്ന് ഫാദർ ബെനഡിക്റ്റിന്റെ കയ്യിൽ നിന്ന് കുരിശുരൂപം പിടിച്ചു വാങ്ങി അവന്റെ നെറ്റിയിൽ ബലമായി പിടിച്ച് ചേർത്ത് നിർത്തി. പതിയെ അവന്റെ കണ്ണിൽ ഇരുട്ട് കയറി ബോധം മറഞ്ഞു. ബെഞ്ചമിൻ, ബെഞ്ചമിൻ. പാതി ബോധത്തിൽ ആരോ കവളി തട്ടി വിളിക്കുമ്പോഴാണ് അവൻ പതിയെ കണ്ണു തുറക്കുന്നത്. കണ്ണ് തിരുമ്മി തുറക്കാൻ അവൻ കൈപൊക്കാൻ ശ്രമിച്ചു. പക്ഷേ കൈ കെട്ടിവെച്ചിരിക്കുകയാണ്. കാലുകൾ വലിച്ചു നോക്കി, ഇല്ല, അതും കെട്ടിയിട്ടിരിക്കുന്നു. അവൻ തലയുയർത്തി നോക്കി. അതൊരു പള്ളിയാണെന്ന് അവന് മനസ്സിലായി. വെളിച്ചമുറപ്പിക്കാൻ വേണ്ടി മാത്രം 3 ട്യൂബ് ലൈറ്റുകൾ തെളിയിച്ചിരിക്കുന്നു. പുറത്തിരുട്ടിന്റെ ഭീതി കൂട്ടിക്കൊണ്ട് മഴ അതിശക്തമായി പെയ്യുന്നു. ഇടയ്ക്കിടെ മങ്ങിയ ഇടിമിന്നലുകളും. അവന്റെ വലതുവശത്ത് മദർ സുപ്പീരിയർ, അവർക്കടുത്തായി ഫാദർ ബെനഡിക്റ്റ്. ബെഞ്ചമിൻ ദയനീയമായി അവരെ നോക്കി. അവന്റെ അവസ്ഥയും ദയനീയതയും കണ്ട് മദർ സുപ്പീരിയറിന് വിഷമം തോന്നി. പക്ഷേ സഹിച്ചേ പറ്റൂ. ഏകദേശം 8-9 കൊല്ലങ്ങൾക്ക് മുമ്പ് പുതുക്കി പണി കഴിപ്പിച്ച ആ വലിയ ഇടവക ദേവാലയത്തിന്റെ നടുവിൽ അൾത്താരയ്ക്ക് മുന്നിലായി ഒരു വലിയ ഡെസ്കിലാണ് അവനെ കെട്ടിയിട്ടിരിക്കുന്നത്. ദുഃഖവെള്ളി ദിവസം കർത്താവിന്റെ പൂർണ്ണരൂപം ഇറക്കി വെക്കുന്ന വലിയ മേശ പോലുള്ള ഡെസ്കാണത്. എത്ര ബലം പിടിച്ചാലും അത് മറിയില്ല. അവൻ ആ കിടപ്പിൽ കിടന്ന് കുതറി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അവൻ മറുവശത്തേക്ക് നോക്കി. അവന്റെ 2 കൂട്ടുകാരും അലനും അവിടെ നിൽപ്പുണ്ട്. അവൻ അവരെയും ദയനീയമായി നോക്കി. അവൻ കുറച്ചൊന്ന് പൊങ്ങി അവരോടെന്തോ പറയാൻ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് പെട്ടെന്ന് അവന്റെ മുഖഭാവം മാറി. എന്തോ അപകടം മണത്തതുപോലെ അവൻ രക്ഷപ്പെടാനെന്നോണം ശക്തിയായി കുതിറി. അച്ഛനും മദർ സുപ്പീരിയറും ആ 3 കുട്ടികളും ഒന്ന് പേടിച്ചു. അവർക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് അവന്റെ ഇടതുവശത്തുകൂടി ഫാദർ സ്റ്റീഫൻ അവന് മുന്നിലേക്ക് വന്നു. ലോഹയും ഒരു സ്റ്റോളും കയ്യിലൊരു ചെറിയ പുസ്തകവും മറുകൈയിൽ കുരിശും പിടിച്ച് സ്വതവയുള്ള പുഞ്ചിരിയോടെ ഫാദർ സ്റ്റീഫൻ അവന് മുന്നിൽ നിന്നു. ബെഞ്ചമിന്റെ മുഖം വന്യമായി. അവൻ സകല ബലവും ഉപയോഗിച്ച് തന്റെ കെട്ടുകൾ പൊട്ടിക്കാനും അച്ഛന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ കെട്ടുകൾ അഴിഞ്ഞില്ല. ബലം പിടിക്കേണ്ട ബെഞ്ചമിൻ, അത് പൊട്ടില്ല. നീ രക്ഷപ്പെടാനും പോകുന്നില്ല. ഫാദർ സ്റ്റീഫൻ ഒരു ചിരിയോടെ അവനോട് പറഞ്ഞു. അവന്റെ പരാക്രമങ്ങൾ കണ്ട് ബാക്കിയുള്ളവരാകെ ഭയന്നിരിക്കുകയായിരുന്നു. അവൻ അപ്പോഴും രക്ഷപ്പെടാനുള്ള ശ്രമം തുടർന്നു. ഫാദർ സ്റ്റീഫൻ അവനരികിലേക്ക് വന്ന് അവന്റെ മുഖത്തോടടുത്ത് നിന്നു. അവൻ മുഖം വെട്ടിച്ചു. ഞാൻ തേടി വന്നവനല്ല നീ വെറും കാവൽക്കാരൻ, വഴികാട്ടി. പക്ഷേ ഇന്ന് നീ എന്റെയും വഴികാട്ടിയാണ്. നീ കാക്കുന്ന നിന്റെ യജമാനനിലേക്കുള്ള വഴികാട്ടി. ഫാദർ സ്റ്റീഫൻ അത് പറയുമ്പോഴും അവൻ ശ്രദ്ധ കൊടുക്കാതെ കുതറുകയായിരുന്നു. പുറത്ത് മഴ കനത്തു. മഴയോടൊപ്പം നേരത്തെ ഇടിയും മിന്നലും ഇടയ്ക്കിടെ വന്നുകൊണ്ടിരുന്നു. നിന്റെ ജോലി അവസാനിച്ചു, അല്ലെങ്കിൽ ഞാനിന്ന് അവസാനിപ്പിക്കും. അതിനു മുമ്പ് ഒരേ ഒരു അവസരം. ഭൂമിയിൽ നിന്റെ യജമാനന്റെ ശക്തിയാൽ മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന നീ ഇനിയും ശരീരം സ്വീകരിക്കാത്ത നിന്റെ യജമാനനെ എനിക്ക് മുന്നിൽ വെളിവാക്കണം. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യാനാടാ നായേ? ഫാദർ സ്റ്റീഫൻ പറഞ്ഞു മുഴുക്കുന്നതിന് മുമ്പ് മറ്റേതോ വികൃതമായ ശബ്ദത്തിൽ അച്ഛന് നേരെ തിരിഞ്ഞ് അവൻ ആക്രോശിച്ചപ്പോൾ അടുത്തു നിന്ന് മദർ സുപ്പീരിയർ ഞെട്ടിപ്പോയി. അവർക്കറിയാമായിരുന്ന പഞ്ചഭാവമായി എല്ലാവരുടെയും കാര്യങ്ങൾ സ്നേഹത്തോടെ നോക്കി നടത്തി ചെയ്തിരുന്ന വിനയമുള്ള ബെഞ്ചമിന്റെ ഒരംശം പോലും അവർ അവിടെ കണ്ടില്ല. പക്ഷേ ഫാദർ സ്റ്റീഫൻ ചിരിച്ചു. സാധാരണയുള്ള പുഞ്ചിരി. സ്റ്റീഫൻ അച്ഛൻ അവന് മുന്നിൽ നിന്ന് നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് കയ്യിലെ പുസ്തകം തുറന്നു. അച്ഛനൊപ്പം ഫാദർ ബെനഡിക്റ്റും മദർ സുപ്പീരിയറും കൂടെയുണ്ടായിരുന്ന 3 കുട്ടികളും കുരിശു വരച്ചു. ഫാദർ സ്റ്റീഫൻ പ്രാർത്ഥന ആരംഭിച്ചു. മോസ്റ്റ് ഗ്ലോറിയസ് പ്രിൻസ് ഓഫ് ദി ഹെവൻലി ആർമീസ്, സെയിന്റ് മൈക്കിൾ ദ ആർക്കേഞ്ചൽ, ഡിഫെൻഡ് us in our battle against principalities and powers, against the rule of this world of darkness, against the spirit of wickedness in the high places. നാരകീയ ശക്തികളുടെ അന്തകനായ മിഖായേൽ മാലാഖയുടെ നാമം കേട്ടപ്പോഴേ അവന്റെ പരാക്രമങ്ങൾ കൂടി വന്നു. അവന്റെ കണ്ണിലെ കൃഷ്ണമണി മുകളിലേക്ക് മറിഞ്ഞ്
അവിടെ വെളുത്ത നിറം മാത്രമായി. മുഖം വിളറി വെളുത്ത് ഞരമ്പുകൾ തെളിഞ്ഞ് വികൃതമായി. ബെഞ്ചമിൻ വികൃതമായ ശബ്ദത്തിൽ പ്രാണവേദനയോടെ അലറിക്കരയാൻ തുടങ്ങി. അച്ഛൻ അടുത്ത വരി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവൻ അലറിക്കരഞ്ഞുകൊണ്ട് തോൽവി സമ്മതിച്ചു. ഫാദർ, അങ്ങ് ആരാണെന്ന് എനിക്കറിയാം. എന്നെ ഉപദ്രവിക്കരുത്. അങ്ങോട് പൊരുതി ജയിക്കാൻ ഞാൻ ആളല്ല. എന്നെ വിട്ടയക്കണം. അവന്റെ തനി സ്വരൂപം പുറത്തു വരുമെന്ന സ്ഥിതിയിൽ കിതച്ചുകൊണ്ട് ബെഞ്ചമിൻ ദയനീയമായി അപേക്ഷിച്ചു. ഫാദർ സ്റ്റീഫന്റെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. നിന്നെ വിട്ടയക്കും, പക്ഷേ എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയാൽ മാത്രം. അവന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഉറച്ച സ്വരത്തോടെ ഫാദർ സ്റ്റീഫൻ പറഞ്ഞു. ബെഞ്ചമിൻ പ്രതികരിച്ചില്ല. ആരാണ് നീ? ഫാദർ സ്റ്റീഫൻ ചോദിച്ചു. വലഫർ, വികൃതമായ ശബ്ദത്തോടെ ബെഞ്ചമിൻ പറഞ്ഞു. അതോടൊപ്പം പള്ളിയിൽ ആകെ തെളിഞ്ഞിരുന്ന ആ 3 ട്യൂബ് ലൈറ്റുകളും മിന്നി കത്തി. അവിടെയുണ്ടായിരുന്ന എല്ലാവരും പേടിച്ചു തുടങ്ങി. പക്ഷേ കണ്ണിലും മനസ്സിലും ഭയത്തിന്റെ അംശം പോലുമില്ലാതെ ബെഞ്ചമിന് മുന്നിൽ നിന്നുകൊണ്ട് ഫാദർ സ്റ്റീഫൻ തുടർന്നു. വലഫർ, ദ ഗ്രേറ്റ് ഡ്യൂക്ക് ഓഫ് ഹെൽ, കമാൻഡർ ഓഫ് 10 ഡീമോൺ ലീജിയൻസ്. പുഞ്ചിരിയോടെ അത്രയും പറഞ്ഞ് അച്ഛൻ്റെ മുഖഭാവം മാറി. സർവശക്തനായ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ ഞാൻ നിനക്കൊരവസരം തരുന്നു. നിന്റെ യജമാനനെ എനിക്ക് മുന്നിൽ വെളിപ്പെടുത്തിയാൽ നിന്നെ ഞാൻ വിട്ടയക്കാം. അല്ലെങ്കിൽ ഭൂമിയിൽ നിന്റെ അധികാരം തടഞ്ഞ് നിന്നെ ഞാൻ നശിപ്പിക്കും. ഫാദർ സ്റ്റീഫൻ വല്ലാത്തൊരു അധികാരഭാവത്തോടെ അത് പറയുന്നതും അത് കേട്ട് ബെഞ്ചമിൻ ഭയന്നു വിറക്കുന്നതും ബാക്കിയുള്ളവർ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. പക്ഷേ ഭയന്നതല്ലാതെ അവൻ പ്രതികരിച്ചില്ല. അച്ഛൻ വീണ്ടും കണ്ണുകളടച്ചു. പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ കയ്യിലിരുന്ന കുരിശ് അവന് നേരെ നീട്ടിയതും തീപ്പൊള്ളലേറ്റതുപോലെ അവൻ ഒച്ചവെക്കാൻ തുടങ്ങി. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പ്രാകൃതമായ ഏതോ ഭാഷയിൽ അവൻ എന്തൊക്കെയോ പറഞ്ഞ് കരഞ്ഞു. ആർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷേ അപ്പോഴേക്കും ഫാദർ സ്റ്റീഫൻ ആ കുരിശ് താഴ്ത്തി. പറ, അദ്ദേഹം ശാന്തനായി കൽപ്പിച്ചു. ബലിയാൽ. അവനത് പറഞ്ഞ നിമിഷം ഒരു നിശബ്ദത പടർത്തി തൊട്ടടുത്ത നിമിഷം ഭൂമിയെ തന്നെ കുലുക്കിക്കൊണ്ട് ഇടിയും മിന്നലും ഉണ്ടായി. കാറ്റിൽ വാതിലുകൾ ശക്തിയായി തുറന്നടഞ്ഞു. അവിടമാകെ ഒരു തണുപ്പ് വന്നു നിറഞ്ഞു. ആ ശബ്ദം കേട്ട് എല്ലാവരും പേടിച്ചു പറിച്ചു. പെട്ടെന്ന് ആ ഭയം കൂട്ടിക്കൊണ്ട് ബെഞ്ചമിൻ ഡെസ്കിൽ തളർന്നു വീണു. ഫാദർ സ്റ്റീഫൻ നിരാശനായതുപോലെ ബെഞ്ചമിൻ കിടന്ന ഡെസ്കിൽ കൈവച്ച് തല കുനിച്ചു നിന്നു. ഫാദർ, ഫാദർ. ബെനഡിക്റ്റ് അച്ഛൻ ചെറിയ ശബ്ദത്തോടെ ഫാദർ സ്റ്റീഫനെ വിളിച്ചു. അലനും ബാക്കിയുണ്ടായിരുന്ന 2 പേരും മദർ സുപ്പീരിയറിന്റെ അടുത്ത് നിന്നിരുന്നു. അവർ 4 പേരും നന്നായി പേടിച്ചിട്ടുണ്ട്. അവന്റെ കെട്ടുകൾ അഴിച്ചേക്ക് ഫാദർ. ആ പിശാച് അവനെ വിട്ടുപോയി. ഫാദർ ബെനഡിക്റ്റിനെ നോക്കിക്കൊണ്ട് സ്റ്റീഫൻ അച്ഛൻ പറഞ്ഞു. അത് കേട്ടതും ബാക്കിയുള്ളവർക്ക് നേരിയ ആശ്വാസമായി. മദർ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. അപ്പോ ആ പിശാച് പറഞ്ഞ പേര്? ഫാദർ ബെനഡിക്റ്റ് വിറയലോടെയാണത് ചോദിച്ചത്. അത് കേട്ടതും ഫാദർ സ്റ്റീഫൻ തലയുയർത്തി അദ്ദേഹത്തെ നോക്കി. പിന്നെ തൊട്ടടുത്ത് നിന്ന് മദർ സുപ്പീരിയറേയും കുട്ടികളെയും നോക്കി. അദ്ദേഹം നിവർന്നു നിന്നു. ആ പേരുകൊണ്ട് നമുക്ക് ഉപകാരമൊന്നുമില്ല ഫാദർ. വരുന്നവന്റെ ശക്തി അറിയാമെന്ന് മാത്രം. സ്വന്തം അസ്തിത്വം വെളിപ്പെട്ട പിശാചിനുമേൽ നമുക്ക് ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ അതൊരു ശരീരത്തിൽ വസിക്കുന്നതാവണം. പക്ഷേ ഇവിടെ ഈ വരുന്നവൻ ഒരു ശരീരമെടുത്താൽ ആർക്കും പിന്നെ അതിനെ തടുക്കാനാവില്ല. അതെന്താ? ഉള്ളിൽ തികട്ടി വരുന്ന ഭയത്തോടെ ഫാദർ ബെനഡിക്റ്റ് ചോദിച്ചു. അതിശക്തനാണവൻ. ബെലിയേൽ, ലൂസിഫറിന് ശേഷം ആദ്യം സൃഷ്ടിക്കപ്പെട്ടവൻ, നരകത്തിന്റെ രാജാക്കന്മാരിൽ ഒരാൾ. അവനെ നമ്മൾ എതിർക്കുന്നത് മണ്ണിര തിമിംഗലത്തെ വെല്ലുവിളിക്കുന്നത് പോലെ ഉണ്ടാവും. ഫാദർ ബെനഡിക്റ്റിന് പുറംതിരിഞ്ഞു നിന്ന് സ്റ്റീഫൻ അച്ഛൻ പറഞ്ഞു. ഇപ്പോ ഈ പിശാച് പോയ സ്ഥിതിക്ക് ഉടനെയൊന്നും നമുക്കതിനെ നേരിടേണ്ടി വരില്ലല്ലോ? ഇല്ല എന്നൊരു വാക്ക് കേൾക്കാൻ കൊതിച്ചുകൊണ്ട് ഫാദർ ബെനഡിക്റ്റ് ചോദിച്ചു. കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയെന്ന് അച്ഛൻ കേട്ടിട്ടുണ്ടോ? അതാണിത്. ഏത് നിമിഷവും അവനോട് എത്തും. ഫാദർ സ്റ്റീഫൻ ബെനഡിക്റ്റ് അച്ഛനോട് പറഞ്ഞു. ശേഷം മദർ സുപ്പീരിയറുടെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹം തുടർന്നു. മദർ, ആ അൾത്താരയ്ക്ക് മുമ്പിൽ ഉണ്ടാവണം, നിർത്താത്ത പ്രാർത്ഥനയോടെ. എന്തൊക്കെ സംഭവിച്ചാലും, ഇവിടെ മുഴുവൻ കത്തി നശിച്ചാലും, ഭൂമി പിളർന്നാലും ശരി, പ്രാർത്ഥന മാത്രം നിർത്തരുത്. പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കുകയും ചെയ്യരുത്. സകല മാലാഖമാരും നമുക്ക് തുണയായി വേണം. ചെല്ല്. വളരെ ഗൗരവത്തോടെ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ മദർ പേടികൊണ്ട് വിയർത്തു വിറക്കുകയായിരുന്നു. എങ്കിലും അച്ഛനിലുള്ള വിശ്വാസത്തിൽ മദർ അൾത്താരയുടെ മുന്നിലേക്ക് നടന്നു. ബെഞ്ചമിന്റെ കെട്ടുകൾ അഴിക്കണം. ഒരു കാരണവശാലും അവൻ ആ പിശാചിന്റെ അടുത്തേക്ക് ചെല്ലരുത്. ഏതു വിധേനയും അവനെ തടയണം. അച്ഛൻ കൂടെയുണ്ടായിരുന്ന അലനോടും മറ്റു 2 കുട്ടികളോടും പറഞ്ഞു. ഇതെല്ലാം കണ്ട്
എന്തോ വലുത് വരാൻ പോകുന്നുണ്ടെന്ന് ഫാദർ ബെനഡിക്റ്റിന് ഉറപ്പായി. പേടികൊണ്ട് മുട്ടുകൂട്ടിയിടിക്കുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം. ഫാദർ സ്റ്റീഫൻ ബെനഡിക്റ്റ് അച്ഛൻ്റെ അടുത്തെത്തി. ഒരു പുരോഹിതൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. ഒരു ശരീരമില്ലാതെ ഭൂമിയിൽ ഒരു അധികാരവുമില്ലാത്ത പൈശാചിക ശക്തി ഇന്ന് ആ ശരീരത്തിന് വേണ്ടിയാണ് വരുന്നത്. അത് പറഞ്ഞുകൊണ്ട് ഫാദർ സ്റ്റീഫൻ ബെഞ്ചമിനെ നോക്കി. അവനെയാണ് ആ പിശാചിന് വേണ്ടതെന്ന് ഫാദർ ബെനഡിക്റ്റിന് മനസ്സിലാക്കാൻ മറ്റൊന്നും ആവശ്യമില്ലായിരുന്നു. ഫാദർ സ്റ്റീഫൻ ബെനഡിക്റ്റ് അച്ഛനെ തന്റെ കയ്യിൽ കരുതിയിരുന്ന സ്റ്റോൾ പ്രാർത്ഥിച്ചുകൊണ്ട് അണിയിച്ചു. ഒരു പുരോഹിതന്റെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്റെ സർവ്വ അധികാരവും എടുത്ത് നമ്മൾ അതിനെ നശിപ്പിക്കും. ദൈവത്തിൻ്റെ വേലക്കാർ പോലും നരകത്തിലെ രാജാക്കന്മാർക്ക് മുകളിലാണെന്ന് അച്ഛൻ ഇന്ന് ഞാൻ കാണിച്ചു തരും. പക്ഷേ അവൻ ആ പിശാചിൻ്റെ പിടിയിലായാൽ ദൈവത്തിന് പോലും കഴിയില്ല നമ്മളെ രക്ഷിക്കാൻ. കാരണം അവൻ പോളിൻ്റെയും ജെസിയുടെയും മകനാണ്. അവരുടെ രക്തം പിതാവിൻ്റെ പൈശാചികതയിലും മാതാവിൻ്റെ ദൈവികതയിലും പിറന്ന സാത്താൻ്റെ സന്തതി. അത് പറഞ്ഞപ്പോൾ വീണ്ടും ചെവി പൊട്ടിപ്പോകുന്നത്ര ഉച്ചത്തിൽ ഒരു ഇടിനാദം ഭൂമിയിൽ പതിച്ചു. കൂടെ വന്ന മിന്നലിനൊപ്പം കറന്റ് പോയി. അവിടെ ആകെ ഇരുട്ടിലായി. അവിടെ വീശിയ കാറ്റിനൊപ്പം വല്ലാത്തൊരു തണുപ്പും കടന്നു വന്നു. ബെഞ്ചമിന്റെ കെട്ടുകൾ അടിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ആ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട് ചെവി പൊത്തി നിലത്ത് കിടന്നു. അത്രയ്ക്കും ഭീകരമായിരുന്നു അത്. കറന്റ് പോയ സമയം അവിടെ ആകെ നിശബ്ദമായി. എല്ലാവരും ചുറ്റും നോക്കി, ഫാദർ സ്റ്റീഫൻ ഒഴികെ. ഞാൻ ഇൻവെർട്ടർ ഓൺ ചെയ്യാം. ഭയന്ന് തൊണ്ടയിൽ വെള്ളം പറ്റിയ അവസ്ഥയിൽ വിറച്ചുകൊണ്ട് ഫാദർ ബെനഡിക്റ്റ് പറഞ്ഞു. അദ്ദേഹം നടക്കാൻ ഒരുങ്ങിയ സമയം ഫാദർ സ്റ്റീഫൻ അദ്ദേഹത്തെ തടഞ്ഞു. സ്റ്റീഫൻ അച്ഛൻ പള്ളിയുടെ ആനവാതിലേക്ക് നോക്കി നിന്നു. അദ്ദേഹത്തിന്റെ കണ്ണിൽ അപകടം മനസ്സിലാക്കിയവന്റെ ജാഗ്രതയുണ്ടായിരുന്നു. ദ ഡെവിൾ ഈസ് ഹിയർ. ആ ഇരുട്ടിലെ നിശബ്ദതയിൽ ഫാദർ സ്റ്റീഫന്റെ വായിൽ നിന്നത് കേട്ടപ്പോൾ ഫാദർ ബെനഡിക്റ്റിന്റെ നട്ടലിലൂടെ ഒരു തണുപ്പ് കടന്നുപോയി. പേടികൊണ്ട് അദ്ദേഹത്തിന്റെ കൈയും കാലും വിറച്ചു. തൊണ്ട വരണ്ടു. ആകെ വിയർത്ത് കുളിച്ച് അദ്ദേഹം ആ വാതിലിലേക്ക് നോക്കി. കണ്ണിൽ കുത്തുന്ന ഇരുട്ടിൽ ചെറിയ വെളിച്ചമായി ദൂരെ ആകാശത്ത് മിന്നിയ കൊള്ളിയാന്റെ വെട്ടം മറച്ചുകൊണ്ട് പള്ളിയുടെ ആനവാതിൽ ഒരു രൂപം. ഭയം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കണ്ണിന് തോന്നിയതല്ലെന്ന് ഉറപ്പിക്കാൻ അദ്ദേഹം ഒന്നുകൂടി നോക്കി. ഇല്ല, തോന്നലല്ല, അങ്ങനൊരു രൂപം അവിടെയുണ്ട്. കറുത്ത തിരുവസ്ത്രം ധരിച്ച കന്യാസ്ത്രീയെ പോലെ തോന്നിക്കുന്ന ഒരു രൂപം. ആ രൂപം പള്ളിയുടെ അകത്തേക്ക് ആദ്യ ചുവട് വെച്ചു. ദൈവസന്നിധിയിലേക്ക് ചെകുത്താന്റെ ആഗമനം. ആ രൂപം അകത്തേക്ക് വെച്ച ആദ്യ ചൂടിനൊപ്പം മിനിയ ശക്തിയേറിയ മിന്നലിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം ആ മുഖം വ്യക്തമായി കണ്ടു. അന്ന് സ്റ്റീഫൻ അച്ഛനൊപ്പം ആ വീട്ടിൽ കണ്ട മനോഹരമായ മുഖം ജെസി. ഫാദർ സ്റ്റീഫൻ അറിയാതെ പറഞ്ഞുപോയി.